കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അഥവാ 2023-24 ടാറ്റ മോട്ടോഴ്സിൻ്റെ സഫാരി എന്നുള്ള ഒരു SUV കാറ് പാർക്ക് ചെയ്ത് നിന്നിരുന്ന അതേ സ്ഥലത്ത് നിന്നും വെറുതെ തീ പിടിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത് നിന്ന് കൂടിയ ആൾക്കാർ മുഴുവൻ അത് കെടുത്താൻ ശ്രമിക്കും. അങ്ങനെ കെടുത്തുന്നിടയിൽ എൻജിൻ ഭാഗവും ഫ്രണ്ട് ഭാഗവും ബോണറ്റും ഒന്നായിട്ട് അടക്കം കത്തിപ്പിടിക്കുകയാണ്. അത് സംഭവം നടക്കുന്നത് വേറെ എവിടെയല്ല കേട്ടോ, പഞ്ചാബിലെ ലുധിയാന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. കാറ് കറക്റ്റായിട്ട് കമ്പനി സർവീസാണ് ചെയ്യുന്നത്. പോരാത്തതിന് യാതൊരുവിധ മോഡിഫിക്കേഷനും അത് ചെയ്തിട്ടില്ല എന്ന് ഓണർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. വെറുതെ നിന്ന കാർ എങ്ങനെ കത്തുക? എല്ലാവരുടെയും ഡൗട്ട്. എന്തായാലും ടാറ്റ ഗ്രൂപ്പിന് എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ, അല്ലാതെ വെറുതെ നിന്നൊരു കാറ് കത്തൂലല്ലോ. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എന്ത് ചെയ്ത് കുറച്ച് ആൾക്കാരെ നിയമിച്ച് ഇത് അന്വേഷിക്കാനായിട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ അവർ ഈ ഒരു അന്വേഷണം പൂർത്തിയാക്കി ഇതിനൊരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. യാതൊരുവിധ മോഡിഫിക്കേഷനും അതുമേ ഇല്ലയെന്ന് ഓണർ അത്രയും തറപ്പിച്ച് പറയുന്നതുകൊണ്ട് തന്നെ അതുമേ കയറി പിടിക്കാൻ പറ്റില്ല. പിന്നെ അവർ കണ്ടെത്തിയ കാരണങ്ങൾ ഇതാണ്. ചൂടായ സൈലൻസർ അസംബ്ലിക്കു സമീപത്തുള്ള അണ്ടർ ബോഡി എൻജിൻ ഗാർഡ് ഉണ്ടല്ലോ, ആ ഗാർഡിൽ കുമിഞ്ഞു കൂടിയ കരിയിലകളും അതുപോലെ തന്നെ പേപ്പറുകളും ചൂടായിട്ടാണ് ഈ ഒരു കാർ ആക്സിഡൻറ്റ് ഉണ്ടാവാൻ കാരണമെന്നാണ് ടാറ്റ മോട്ടോഴ്സ് പറയുന്നത്. ഈ കാർ കത്തുന്നത് ഒരു അസാധാരണ സംഭവമായതുകൊണ്ട് തന്നെ നമുക്കത് ശരിവെക്കാം അല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ.